നമ്മളിപ്പം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഇതിനകത്തൊക്കെ ഈ കുട്ടികളുടെ അക്കൗണ്ടുകളുടെ എണ്ണം കൂടി വരണം. അതായത് ഒരു 15 താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൂടി വരണം. അതായത് അവർ ഡബ് സ്മാഷ് ചെയ്തിട്ടും ഡാൻസ് കളിച്ചിട്ടും കുട്ടിത്തം കൊണ്ടുള്ള ക്യൂട്ട്നെസ്സൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഇട്ടിട്ട് ആളുകൾ ഒരുപാട് അത് ഫോളോ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. അപ്പം ഇത് മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്നത് പേരൻസ് ആണ്. കുട്ടികളെ വെച്ചുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടാക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഭാവിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത് നിങ്ങളെ കുട്ടിയെ ഒരു വലിയൊരു ഡിപ്രഷനിലേക്ക് തള്ളിവിടാൻ പോവാണ്. കുട്ടികൾ കുട്ടികളായിട്ട് വളരേണ്ടവരാണ്. അവർ കുട്ടികളോടൊത്ത് കളിച്ച് ആ ഒരു സർക്കംസ്റ്റൻസിൽ ജീവിച്ച് അവരുടേതായിട്ടുള്ള കളികളിൽ ഏർപ്പെട്ട് വളരേണ്ട കുട്ടികൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിലേക്ക് മാറുകയാണ്. അവരുടെ ഓഡിയൻസും അവരുടെ ആ കൂട്ടുകാരും ഈ സോഷ്യൽ മീഡിയ ആയിട്ട് മാറുകയാണ്. അപ്പം ഇന്ന് അവർക്ക് നല്ല വ്യൂവേഴ്സ് കിട്ടി, നാളെ വീണ്ടും വ്യൂവേഴ്സ് കിട്ടാനുള്ള കണ്ടന്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് അവർ. നാളെ ഒരു ഏജ് കഴിയുന്ന സമയത്ത് കുട്ടിയുടെ ഈ ക്യൂട്ട്നെസ് സ്വാഭാവികമായിട്ടും പോകും. ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ക്യൂട്ട്നെസ് പിന്നെ ഉണ്ടാവില്ല. പിന്നെ ഈ ചെറുപ്പത്തിൽ ചെയ്ത അതേ ആക്ടിവിറ്റി വലുതാവുമ്പോൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അത്ര വ്യൂവേഴ്സ് കിട്ടില്ല. സോ ഈ വ്യൂവേഴ്സ് ഡൗൺ ആവുന്നതോട് കൂടിയിട്ട് ഈ കുട്ടിക്ക് മാനസികമായിട്ട് ഡൗൺ ആവാം. ആ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും അത്. അത് ആ കുട്ടിയുടെ പഠനത്തെ ബാധിക്കും, മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും. സോ നമ്മൾ ഇപ്പോഴേ നമ്മളത് കെയർ ചെയ്യണം. ഒരിക്കലും നമ്മൾ കുട്ടികളെ വെച്ചിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ എക്സ്പോഷർ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. നിങ്ങളെ അക്കൗണ്ടിൽ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടുന്നതിനെ കുറിച്ചിട്ടല്ല ഈ പറയുന്നത്. അവരുടേതായിട്ടുള്ളൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവരുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി നമ്മൾ ചെറുപ്പം തൊട്ട് ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കരുത്.